അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമ്മളെ 2025 അവസാനിക്കാൻ പോകുന്നു. ഇപ്പം നമ്മളുള്ളത് 2025 ഡിസംബർ 31 അവസാനത്തെ വൈകുന്നേരമാണ്. ഞാൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ ദുബായ് കറാമയിലാണ്. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ഇപ്പോൾ രാത്രി വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു കൊല്ലം കഴിയുന്നതും പുതിയൊരു കൊല്ലം ആരംഭിക്കുന്നതുമായ നിമിഷങ്ങൾക്ക് അതിന് കുറച്ച് സമയം ബാക്കിയുള്ളൂ. ഈ ഒരു കൊല്ലം കൊണ്ട് നമ്മളെ ജീവിതത്തിൽ എന്ത് നേടി, എന്തൊക്കെ ഉണ്ടാക്കി, നമ്മളെ ജീവിതത്തിലെ സമയങ്ങൾ എന്തിലൊക്കെ സ്പെൻഡ് ചെയ്തു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. 2025 തുടക്കം മുതൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന, നമ്മളെ പരിചയമുള്ള, നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ കൂടെ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം 2027 ആകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ഒരു ഐസ് കട്ട നമ്മളെ മുന്നിൽ വെച്ചാൽ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് തീരുന്നത് പോലെയാണ് നമ്മളെ ആയുസ്സെല്ലാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ചുരുക്കമാണ് അത്രയും ചുരുക്കമാണ് നമ്മളെ ആയുസിന്റെ കാലാവധി ഉള്ളത്. അപ്പൊ 2026 പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയായിരിക്കണം, നാം എങ്ങനെ ജീവിക്കണം, ആദ്യം മാറ്റിവെക്കണേ നമ്മളെ മടിയാണ്. നമ്മളെ നിസ്കാരങ്ങൾക്കും നമ്മളെ ഖുർആനോത്തിനും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മളെ മടിയാണ്. 2024 ഞാൻ ആദ്യമായി ദുബായിലേക്ക് വന്നത്. അപ്പോൾ ആദ്യമായി ദുബായിലേക്ക് വന്നപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അന്ന് എൻ്റെ കഠിനമായ പരിശ്രമം നടത്തിയിട്ടും ഇവിടെ ജോലി കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോയ ആളാണ് ഞാൻ. പിന്നെയും 2025 അതേ ജോലി ഞങ്ങൾക്ക് വേണം എന്നുള്ള വാശിയിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിനുവേണ്ടി കുറേ പ്രയത്നിച്ചു, കഠിനാധ്വാനം നടത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇപ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ലൊരു ജോലി ഇവിടെ നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തും നേടാനും എന്തും സംഭവിക്കാനും പറ്റും. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം നടക്കണം എന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് റബ്ബ്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഹയറായ ടൈം ഏതാന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റായ ടൈമിൽ തന്നിരിക്കും. അപ്പൊ ഞമ്മക്ക് വിധിച്ചത് മാത്രമേ നമുക്ക് കിട്ടൂ, വിധിക്കാതെ നമുക്ക് കിട്ടൂല. അപ്പൊ ഞമ്മക്ക് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് എന്താക്കണ്ട, ഒരിക്കലും സങ്കടപ്പെടാൻ നിൽക്കണ്ട. നമുക്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. കാരണം നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് തരേണ്ടത് എന്ന് പഠിച്ചവനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. നമുക്ക് തരാന് പഠിച്ചവനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിച്ചവനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിച്ചോൻ നമ്മൾക്കൊരു കാര്യം തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തില് ഒരാൾക്ക് തടയാൻ സാധിക്കൂല, പഠിച്ചോനിക്കല്ലാണ്ട്. പഠിച്ചോന് തരാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യം അതൊരിക്കലും ഹൈറാവാത്ത കൊണ്ടാണ് റബ്ബ് തരാതിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ഈ ലോകത്ത് ആരെക്കൊണ്ട് തരാൻ പറ്റാതെ. അപ്പൊ നന്മയേറിയ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് പടച്ചവനോട് നല്ല രീതിയിൽ ദുആ ചെയ്യുക, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പടച്ചവനോട് ചോദിക്കുക. അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ മാതാപിതാക്കള്, നമ്മളെ ഭാര്യമാര്, നമ്മളെ ഭർത്താക്കന്മാര്, നമ്മളെ മക്കള്, അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഒരിക്കലും ബന്ധം വേറെ വേറെ ആവാത്ത രൂപത്തിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. മൻജദ്ദ വജദ എന്നാണ്, അതായത് പരിശ്രമിച്ച കിട്ടാത്ത ഒരു സാധനമില്ല. പക്ഷെ നമ്മൾ എന്നും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ത് സാധനമാണ് വേണ്ടത്, എന്താണ് വേണ്ടത്, അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ പരിശ്രമം നമ്മളെ അതിലേക്ക് എത്തിക്കും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നത് നമ്മളെ വലിയ ഡ്രീംസിലേക്കും ആഗ്രഹങ്ങളിലേക്കാണ്. അതിലേക്ക് എത്തോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു ഇയർ ആണ് 2026 എന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ എൻഡ് ആയപ്പോഴേക്കും കാണാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും പക്ഷെ നമ്മളെ പരിശ്രമം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ. മോശത്തരത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പരിശ്രമിക്കരുത്. അതിലൊന്നും റബ്ബ് സഹായിക്കൂല. റബ്ബിന്റെ പൊരുത്തമൊന്നും അതിലുണ്ടാവില്ല. റബ്ബിന്റെ പൊരുത്തമുള്ള നല്ല നല്ല കാര്യങ്ങൾ, റബ്ബിന്റെ പൊരുത്തവും മാതാപിതാക്കളുടെ പൊരുത്തവും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ആയി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലൊരു വർഷം നമ്മൾ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മളെ ലൈഫിൽ ഒരു വർഷമാണ് കൊഴിഞ്ഞു പോയേ എന്നുള്ളത്. നമ്മളെ ആയുസ്സെന്ന് വലിയൊരു വർഷം 365 ദിവസം. അതിൽ കുറെ 20,000 ദിവസം അങ്ങനെ എത്ര വല്ല ജീവിക്കുള്ളൂ. നമ്മളെ ആവറേജ് ദിവസം അത്രയാണല്ലോ. അതിൽ തന്നെ പകുതി ഉറങ്ങി തീർക്കും, പകുതി തിന്ന് തീർക്കും, പകുതി വെറുതെ സമയം സ്പെൻഡ് ചെയ്യും. കഴിഞ്ഞു പോകുന്ന സമയമാണ് നമ്മൾ ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത്. ആ സമയം ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾക്ക് വേസ്റ്റാക്കി കളയരുത്. നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട് ഇഹത്തിനും പരലോകത്തിനും വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
2025 നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സമയം കൂടി കഴിഞ്ഞാൽ 2026 കടക്കുകയാണ്. ചിലപ്പോൾ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലമായിരിക്കും 2026 മുതൽ, പറയാൻ പറ്റൂല. അതായത് അതിലൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണ്ടത് നമുക്ക് ക്ഷമയാണ്. എല്ലാത്തിലും ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. കാരണം പ്രതിസന്ധികൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് പടച്ചവൻ ഇട്ട് തരാനുള്ള സാധ്യതയൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് പടച്ചവനിലേക്ക് തവക്കൽ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് ജീവിക്കാം. അപ്പോൾ നല്ലൊരു 2026 കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.